14 വർഷം ജയിലിലിട്ടാലും ഒരു കൊടും ക്രിമിനലിന് മാനസാന്തരം ഉണ്ടാകില്ല എന്നതിന്റെ തെളിവാണ് ഗോവിന്ദച്ചാമി. കിണറ്റിൽ കുടുങ്ങിക്കിടക്കുമ്പോഴും കുത്തിക്കൊന്നുകളയും എന്നാണ് ആ ക്രിമിനൽ ഭീഷണിപ്പെടുത്തിയത്. ദൃശ്യങ്ങൾ പകർത്താൻ വന്നവരോട് കാണിച്ച അശ്ലീല ആംഗ്യങ്ങൾ കണ്ട് മാധ്യമങ്ങളോട് ആജന്മ ശത്രുതയുള്ളവർ കൈയടിച്ചിട്ടുണ്ടാകും. പക്ഷേ കാണിച്ചതൊന്നും മാധ്യമങ്ങളെയല്ല, കേരളത്തിലെ ജനതയെ തന്നെയാണ്. കൊലക്കുറ്റത്തിന് പിടിയിലായപ്പോൾ ഗോവിന്ദച്ചാമി ചോദിച്ചത് പായസം കിട്ടിയാൽ കുടിക്കാതെ പോകുമോ എന്നാണ്. അയാൾക്ക് അതേ മാനസികാവസ്ഥയാണ്. ഒരു ക്രിമിനലിനും മാനസാന്തരം ഉണ്ടാക്കാൻ കഴിയാത്ത സംവിധാനങ്ങളാണ് നമ്മുടെ ജയിലുകൾ. മോഷണക്കുറ്റത്തിന് പിടിയിലായവർ പുറത്തിറങ്ങിയാൽ വീണ്ടും മോഷണം നടത്തുന്നു. കൊലക്കുറ്റത്തിന് പിടിയിലായവർ പുറത്തിറങ്ങിയാൽ വീണ്ടും കൊല ചെയ്യുന്നു. കാപ്പ കേസിൽ അറസ്റ്റിലായവർ പുറത്തിറങ്ങിയാൽ ഗുണ്ടാപ്പണി തന്നെ ചെയ്യുന്നു. ബലാത്സംഗം നടത്തുന്നവരെല്ലാം ആജീവനാന്തം റേപ്പിസ്റ്റുകളായി തുടരുന്നു. എന്തിനാണ് ഇങ്ങനെ ജയിലുകൾ? ഒരു ക്രിമിനലും നന്നാകുന്നില്ല എങ്കിൽ പിന്നെന്താണ് ഈ തടവ് ശിക്ഷയുടെ ഫലം? സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ഭീകരൻ ഗോവിന്ദച്ചാമിയെ കൊടും ഭീകരനാക്കിയ ജയിലുകൾ. ഗോവിന്ദച്ചാമിയുടെ കാര്യത്തിൽ ജയിൽ കറക്ഷൻ സെന്റർ അല്ല, കറപ്ഷൻ സെന്റർ ആണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നല്ല ഒന്നാം തരം അഴിമതിയാണ് ജയിലിൽ നടന്നത്. ഇല്ലെങ്കിൽ ഇത്രയും വലിയൊരു പ്രതിക്ക് രക്ഷപ്പെടാൻ വഴിയൊരുങ്ങുമോ? വധശിക്ഷയിൽ നിന്ന് കഷ്ടിച്ച് ഊരിപ്പോന്നുവെന്നേയുള്ളൂ. കൊടും ക്രിമിനൽ തന്നെയാണ്. അങ്ങനെ ഒരാൾ ചോറിന് പകരം ചപ്പാത്തി ചോദിച്ചെങ്കിൽ അതെന്തിനെന്ന് അന്വേഷിക്കേണ്ടേ? ശരീരഭാരം ഗണ്യമായി കുറയുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം കണ്ടെത്തേണ്ടേ? ഹാക്സോ ബ്ലേഡ് കയ്യിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതെവിടെ നിന്നാണ്? ഇതിനല്ലേ അഴിമതി എന്ന് പറയുന്നത്? ജയിലിലെ തുണികൾ ഒരു കൊടും ക്രിമിനലിന് എടുക്കാൻ പാകത്തിന് തൂങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം വേണ്ടേ? അതും അഴിമതിയുടെ പരിധിയിലല്ലേ വരുന്നത്? രാത്രി ജയിലിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ആരും അറിയാതെ നടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൽ പരം നാണക്കേട് വേറെയുണ്ടോ? ഒറ്റക്കൈ മാത്രമുള്ള ഒരാൾ നെടുനീളത്തിൽ തുണി പിരിച്ചു കെട്ടി തൂങ്ങി ഇറങ്ങിപ്പോയെങ്കിൽ പിന്നെന്തിനാണ് ജയിൽ? സെൻട്രൽ ജയിലാണത്രേ, സെൻട്രൽ ജയിൽ. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ മോചനമില്ലാതെ AKG കിടന്ന ജയിലാണ് കണ്ണൂരിലേത്. ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അടിയന്തരാവസ്ഥയിൽ അടിച്ചു പദം വരുത്തിയതും ഇവിടെ. മുഖ്യമന്ത്രി അവിടെ കഴിഞ്ഞതുപോലും 50 വർഷം മുമ്പാണ്. അന്നത്തെ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ഇപ്പോഴും കണ്ണൂരിൽ ഉള്ളതെങ്കിൽ കാലം മുന്നോട്ടു പോകുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം പോലെ നമ്മുടെ സംവിധാനങ്ങളെ പരിഹസിക്കുന്ന മറ്റൊന്നും സമീപകാലത്ത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ക്രിമിനലുകൾക്ക് മാനസാന്തരം വരുന്നില്ലെങ്കിൽ കൊന്നു കളഞ്ഞേക്കണം എന്ന് പറയാൻ വരട്ടെ. ഗോവിന്ദച്ചാമി പുറത്തിറങ്ങി എന്ന് കേട്ടപ്പോൾ തട്ടിക്കളയണം എന്നാണ് പലരും ആണയിട്ടത്. കൊലക്കയറിൽ നിന്ന് ഊരിയത് ശരിയായില്ലെന്ന് തെളിഞ്ഞില്ലേ എന്നാണ് മറ്റൊരു കൂട്ടർ ആവർത്തിച്ചത്. ജയിൽ എന്ന സംവിധാനം കുറ്റവാളികൾ പുറത്തിറങ്ങാതെ നോക്കാനുള്ളതല്ല, അവരുടെ മാനസിക പരിവർത്തനത്തിനുള്ള ഇടമാണ്. കൊടും കുറ്റം ചെയ്യുന്നവരെ ജീവപര്യന്തവും അല്ലാത്തവരെ കുറ്റത്തിന്റെ കാഠിന്യമനുസരിച്ചുള്ള വർഷങ്ങളും അകത്തിടുന്നത് അതിനാണ്. അത് മാനസിക പരിവർത്തനത്തിനുള്ള കാലമാണ്. തടവ് ശിക്ഷ എന്നാണ് പറയുന്നതെങ്കിലും തടവ് ഒരു ശിക്ഷയല്ല, നന്നാക്കാനുള്ള മാർഗമാണ്. നമ്മുടെ ജയിലുകളിലേക്ക് പോകുന്ന ഒറ്റയാളെങ്കിലും നന്നായി തിരികെ വരുന്നുണ്ടോ എന്നതാണ് പരമമായ ചോദ്യം. മോഷ്ടാക്കൾ വീണ്ടും മോഷണം നടത്തുകയും തട്ടിപ്പുകാർ തട്ടിപ്പ് തുടരുകയും പോക്സോ കേസിൽ അറസ്റ്റിലാകുന്നവർ വീണ്ടും അതേ കുറ്റം ചെയ്യുകയുമാണ്. പിന്നെന്താണ് ഈ തടവ് കൊണ്ടുള്ള നേട്ടം? ഇപ്പോഴൊക്കെയായി ഏതു ക്രിമിനൽ കേസിലും പിടിയിലാകുന്നവരുടെ ഒപ്പം ഒരു വാചകം കൂടി ഡിഫോൾട്ടായി ഉണ്ടാകും. നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിക്കെതിരെ ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു എന്നതാകും ആ വാചകം. സ്ഥിരം ക്രിമിനലുകളെ സുസ്ഥിര ക്രിമിനലുകൾ ആക്കുന്ന സംവിധാനമാണ് നമ്മുടെ ജയിലുകൾ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഗോവിന്ദച്ചാമി. ജയിലുകൾ ചപ്പാത്തി നിർമ്മാണ കേന്ദ്രങ്ങളാക്കിയത് മുൻ DGP അലക്സാണ്ടർ ജേക്കബിന്റെ കാലത്താണ്. ആ DGP ഇപ്പോൾ പൂർവ്വജന്മത്തിൽ അമ്പലപ്പുഴ രാജാവിന്റെ മന്ത്രിയായിരുന്നു എന്ന വലിയ വെളിപ്പെടുത്തലുമായി നടക്കുകയാണ്. IPS കിട്ടുന്ന എല്ലാവരും IQ പരീക്ഷ പാസ്സാകുന്നവരാകണം എന്ന് നിർബന്ധമില്ല. പക്ഷേ ജയിലിൽ ചുമതല വഹിക്കുന്നവർക്കെങ്കിലും കുറച്ച് കോമൺ സെൻസ് ഉണ്ടാകണം. ഗോവിന്ദച്ചാമിയെ പോലെ ക്രിമിനൽ മനസ്സ് കൊണ്ടു നടക്കുന്നവരൊക്കെ എന്തൊക്കെ ചെയ്യുമെന്നുള്ള സാമാന്യ ബോധമെങ്കിലും ഉണ്ടാകണം. മാസങ്ങളായി നടത്തിയ പണികളാണ് ഈ ജയിൽ ചാട്ടത്തിൽ എത്തിയത്. ആസൂത്രണം 6 മാസം മുമ്പ് തുടങ്ങിയത് ഭക്ഷണ ക്രമീകരണത്തിലാണ്.
ഇക്കാലത്തൊന്നും ഒരു സംശയവും ജയിലിലെ ഏമാന്മാർക്ക് തോന്നിയിട്ടില്ല എങ്കിൽ ഇനി എന്താണ് പറയേണ്ടത്? എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ജയിലർമാരെയെല്ലാം ദുർഗുണ പരിഹാര പാഠശാലയിലോ മറ്റോ അയച്ച് ജയിൽ ചട്ടം പഠിപ്പിക്കണം. ഒരു സെൻട്രൽ ജയിലിലെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റ് ജയിലുകളിലെ കാര്യം പറയാനുണ്ടോ? ഏതൊക്കെ തരം ക്രിമിനലുകൾ വസിക്കുന്ന സ്ഥലമാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ? രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ പ്രതികൾ മുതൽ ബലാത്സംഗം പരമ്പരയായി നടത്തിയവർ വരെയുണ്ട്. ഇവരിൽ ഓരോരുത്തർക്കും നിസ്സാരമായി ജയിൽ ചാടാൻ കഴിയും എന്നല്ലേ ഇപ്പോഴത്തെ സംഭവം കാണിച്ചു തന്നത്? പുറത്തിറങ്ങിയ ഗോവിന്ദച്ചാമിയുടെ മുന്നിൽപ്പെട്ടാൽ എന്ത് സംഭവിക്കും? സ്ത്രീകളാണെങ്കിൽ മറ്റൊരു സൗമ്യ കേസ് ഉണ്ടാകുമായിരുന്നു എന്നാണ് ആ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കിണറ്റിൽ കിടന്നും ഗോവിന്ദച്ചാമി നടത്തിയത് കൊലവിളിയാണ്. പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടും അശ്ലീല അംഗ്യങ്ങളാണ് ആവർത്തിച്ചത്. ഇങ്ങനെ ഒരു പ്രതിയെ മോചനം കിട്ടാത്ത വിധം ജയിലിലിടണമെന്ന് കോടതി വിധിക്കുന്നത് ഇക്കാരണങ്ങളാലാണ്. ഇവർ ആരുടെയും അനുകമ്പ അർഹിക്കുന്നില്ല. അതുകൊണ്ട് മാത്രം കൊന്നുകളയാനും ആവില്ല. ജീവനെടുക്കുന്ന ഒരു സംവിധാനവും മനുഷ്യത്വമില്ലാത്തതാണ്. ഗോവിന്ദച്ചാമിയെ തൂക്കിലേറ്റിയതുകൊണ്ട് മറ്റു ബലാത്സംഗികളൊന്നും നന്നാവില്ല. അങ്ങനെ നന്നാവാനായിരുന്നെങ്കിൽ ആദ്യം പരിവർത്തനം ഉണ്ടാകേണ്ടിയിരുന്നത് ഗോവിന്ദച്ചാമിക്കായിരുന്നു. കൊലക്കുറ്റത്തിന് വധശിക്ഷ ആവശ്യമില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. മർദ്ദനവും പീഡനവും കൊണ്ടും ഗോവിന്ദച്ചാമി നന്നാകാൻ പോകുന്നില്ല. ഗോവിന്ദച്ചാമി നന്നായില്ലെങ്കിലും ജയിൽ വകുപ്പിന് നന്നാകാൻ ഒരവസരം കൂടി കിട്ടി. ഇനിയെങ്കിലും നന്നായില്ലെങ്കിൽ പിന്നെ പ്രതീക്ഷ വേണ്ട. സംസ്ഥാന ജയിൽ വകുപ്പിന്റെ ഇപ്പോൾ കുനിഞ്ഞിരിക്കുന്ന തല നിവരാൻ കുറേ സമയമെടുക്കും. അത്ര വലിയ ആഘാതമാണ് ആ ഒറ്റക്കയ്യൻ ഏൽപ്പിച്ചിരിക്കുന്നത്. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം.